ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി പീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി അമൽനാഥ് പാടിച്ചൽ ചേരുകയാണ്. അമൽ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന്റെ വിയോഗത്തിൽ നമ്മൾ ഏവരും വിഷമിച്ചു. ഇപ്പോഴിതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് ആരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കുട്ടി പീഡനത്തിനിരയായതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതുമാത്രമല്ല, കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരെ ഏറെ ഞെട്ടിക്കുന്നതും ഒപ്പം തന്നെ ദുരൂഹത നിറഞ്ഞതുമായ ഒരു കേസാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടം മുതൽ വലിയ രീതിയിൽ ദുരൂഹത നിറഞ്ഞ ഒരു കേസ് എന്നത് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ് എന്നതിലേക്ക് എത്താൻ വേണ്ടി ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതായത് അമ്മയുടെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ കൊലപാതക കാരണത്തിലേക്ക് എത്താത്ത ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു രീതിയിലേക്ക്, അതായത് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കുട്ടി, അതായത് 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു കേസിലേക്ക്, പോക്സോ കേസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റ്മോർട്ടം സമയങ്ങളിൽ ഡോക്ടർമാർ ഈ കുട്ടിയുടെ ശരീരത്തിൽ ചില പാടുകൾ കണ്ടെത്തിയിരുന്നു. ആ പാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറുന്നു. അതാണ് ഇത്തരത്തിൽ ഈ കുട്ടി ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഡോക്ടർമാരെയും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തെയും എത്തിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി, അതായത് ഡോക്ടർമാർ ഇത്തരത്തിലൊരു വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടി ചേർന്നിരുന്നു. അതിൽ, അതായത് ഈ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടെ ഈ കുട്ടിയുടെ അച്ഛന്റെ 3 ബന്ധുക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 പേരെ ഇന്ന് ഉച്ചയോടുകൂടി വിട്ടയക്കുകയായിരുന്നു. എന്നാൽ അച്ഛന്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷെ ഉടൻ തന്നെ, അതായത് നാളെ തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകും എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. കൊലക്കേസിന് പുറമെ, അതായത് ഈ ഒരു സംഭവത്തിൽ 2 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ സന്ധ്യ, ആ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കൊലക്കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനു പുറമെ നിലവിൽ ഇപ്പോൾ ഈ പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൊലപാതകത്തിലെ കാരണം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയിലേക്ക് നിലവിൽ ഇപ്പോഴും പോലീസിന് എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തമായ രീതിയിലുള്ള മറുപടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ സന്ധ്യ അതിനോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ റൂറൽ SP പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കൂടുതൽ അന്വേഷണവും ഒപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം നടത്തേണ്ടിയിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളും റൂറൽ SP ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ റൂറൽ SP കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച മറ്റൊരു പ്രധാന കാര്യം, ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ്. അതായത് ഇത്തരത്തിൽ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നതിന്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ, അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ ഈ ഒരു പ്രതികരണം നടത്തുമ്പോൾ റൂറൽ SP സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം നിലവിൽ ഇപ്പോൾ ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുത്തൻകുരിശ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ്. അത് പുത്തൻകുരിശ് പോലീസിന് ഈ കേസ് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുത്തൻകുരിശ് DYSP ഒപ്പം തന്നെ ആലുവ DYSP ഇവർ 2 പേരുടെയും നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നേതൃത്വത്തിലാകും ഈ ഒരു കേസിന്റെ അന്വേഷണം നടക്കുക. ഉടൻ തന്നെ, നാളെ തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കൊലപാതകം നടന്ന സാഹചര്യത്തിൽ ആദ്യം മുതൽ തന്നെ ഈ അമ്മ, അതായത് ഒരു വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ കുട്ടിയെ ബസ്സിൽ നിന്നും കാണുന്നില്ല എന്ന രീതിയിലായിരുന്നു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് അന്വേഷണ സംഘത്തിന്. പിന്നീട് താൻ പുഴയിൽ കൊന്നു, അല്ലെങ്കിൽ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞു എന്ന രീതിയിലായിരുന്നു പ്രതികരണം ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് അന്വേഷണ സംഘം എത്തിയ ഒരു നിഗമനം, ഈ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേടുന്ന ആളാണോ എന്ന രീതിയിലുള്ള നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ സന്ധ്യയുടെ ബന്ധുക്കളും ഒപ്പം തന്നെ സന്ധ്യയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾ അടക്കം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നു. സന്ധ്യയുടെ
അമ്മ തന്നെ സൂചിപ്പിച്ചിരുന്നു. ചില മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണ് സന്ധ്യ. 32 വയസ്സുണ്ടെങ്കിലും 20 വയസ്സുകാരുടെ ഒരു മെച്യൂരിറ്റി മാത്രം കാണിക്കുന്ന ഒരാളാണ് സന്ധ്യ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സന്ധ്യയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴായി 2 കുട്ടികളെയും ഇത്തരത്തിൽ അപായപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പാടുകൾ ഈ കുട്ടികളുടെ ശരീരഭാഗത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കും. ടോർച്ച് ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണെന്ന നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉള്ള ഒരു സംശയം, ഇത്തരത്തിൽ ഈ ഒരു പീഡന വിവരം മറച്ചു വെക്കുന്നതിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ ബന്ധുക്കളടക്കം ഇത്തരത്തിൽ ഈ സ്ത്രീ, അതായത് സന്ധ്യ, ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേടുന്ന ആളാണ് എന്ന മൊഴി രേഖപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള ചില സംശയങ്ങൾ അടക്കം ഉണ്ട്. എന്ത് തന്നെയായാലും നിലവിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കല്യാണി എന്ന 3.5 വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൊലപാതക കുറ്റം, ഒപ്പം തന്നെ മറ്റൊന്ന് പോക്സോ കുറ്റം. ഇന്ന് അതായത് ഈ പോസ്റ്റ്മോർട്ടം അത് വ്യക്തമാണ് അമൽനാഥ്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഈ അമൽനാഥ് പറഞ്ഞ പോലെ തന്നെ ദുരൂഹത വളരെ ഓരോ നിമിഷവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയുവാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഈ 4 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടുവായിച്ചതായിരുന്നു വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ഈ കുഞ്ഞിന്റെ മരണത്തിന്റെ ദുരൂഹത ഒഴിയും എത്രയും ഇവിടെ എങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചത്, എന്താണ് അതിന്റെ മോട്ടീവ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നൊരു രീതിയിലായിരുന്നു നമ്മൾ എല്ലാവരും ഈ ഒരു വാർത്തയെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ കൂടുതൽ ദുരൂഹതയിലേക്കാണ് പോകുന്നത്. കാരണം ഈ കുഞ്ഞ് ഇന്നലെ ഈ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയപ്പോൾ സംഭവിച്ചിരുന്ന പ്രാഥമിക ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ മറ്റു പാടുകളൊന്നും തന്നെയില്ല, മറ്റു മുറിവുകളൊന്നും തന്നെ ഇല്ല എന്നൊരു പ്രാഥമികമായ വിലയിരുത്തലായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ആദ്യം ഉണ്ടായത്. എന്നാൽ അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയുവാൻ പറ്റൂ, കൂടുതൽ വിശദാംശങ്ങൾ അതിനുശേഷമേ അറിയുവാൻ പറ്റൂ എന്ന് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ആ റിപ്പോർട്ട് ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നത്. കുഞ്ഞ് പീഡനത്തിന് ഇരയായിട്ടുണ്ട്, ചില പാടുകൾ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ട്. ഈ വിവരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പോലീസിനോട് നൽകുകയും അതിനെ തുടർന്നുണ്ടായ ഒരു മീറ്റിംഗിന് ശേഷമാണ് ഈ ഒരു നിഗമനത്തിലേക്ക് പോലീസും എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നൊരു വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അമൽ, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഈ വിവരം അറിയാമായിരുന്നു? നമുക്കറിയാം, കാരണം ഈ സ്ത്രീക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്നുള്ള വാർത്ത വന്ന സമയം തന്നെ അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ചില പണമിടപാടുകളെ കുറിച്ചുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഭർത്താവിനാണെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്നും തുക വാങ്ങിയിട്ടുണ്ട്, ആ തുക ഭർത്താവിനല്ല എന്ന് ഭർത്താവ് ഈ സ്ത്രീയുടെ വീട്ടുകാരെ അറിയിക്കുന്നു. അതിൻ്റെ വൈരാഗ്യവും ഉണ്ട്, തനിക്ക് ഈ ഭർത്താവിനോടും കുടുംബത്തിനോടും ഉണ്ടായിരുന്നു എന്ന് ഈ സ്ത്രീ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചില പണമിടപാട് കാര്യങ്ങൾ കൂടി അതുമായി കൂട്ടിവായിക്കേണ്ടി വരുന്നു. അപ്പം ഇങ്ങനെ കൂടുതൽ ദുരൂഹമായി കൊണ്ടിരിക്കുകയാണ് ഈ കേസ് എന്ന് വേണം നമുക്ക് ഈ ഒരു നിമിഷം പോലും മനസ്സിലാക്കുവാൻ, അല്ലേ? സിന്ധൂരി, തീർച്ചയായും ഏറെ ദുരൂഹത നിറഞ്ഞിരിക്കുന്ന കേസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നു. അതേസമയം ആദ്യഘട്ടം മുതൽ പുറത്തു വന്ന മറ്റൊരു കാര്യം ഈ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ സന്ധ്യക്കും ഒപ്പം തന്നെ ഭർത്താവിനുമിടയിൽ പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബ പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സന്ധ്യയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു മൊഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴും കൃത്യമായുള്ള ഒരു മോട്ടീവിലേക്ക്, അതായത് ഈ ഒരു കൊലപാതകത്തിലേക്ക് ചെന്നെത്തിച്ചത് എന്താണ് എന്ന ആ ഒരു കാരണത്തിലേക്ക് നിലവിൽ ഇപ്പോഴും എത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ മാനസിക പ്രയാസം നേടുന്ന ഒരാളാണ് സന്ധ്യ എന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ സന്ധ്യയുടെ മൊഴിയിൽ ഒരുപാട് അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അത് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണ്. പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരങ്ങളായിരുന്നു ഈ സന്ധ്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ആദ്യഘട്ടം മുതൽ പോലീസിന്റെ അന്വേഷണത്തിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നത്. ഈ ഏറ്റവും ആദ്യം അന്വേഷണം പല ഇടങ്ങളിലായി കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ, അതായത് ഈ ഒരു കൊലപാതകം കഴിഞ്ഞ് ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് സന്ധ്യ ഇത്തരത്തിൽ കുട്ടിയെ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു, ഇന്ന സ്ഥലത്താണ്, അതായത് മൂഴിക്കുളം എന്ന ഭാഗത്ത് നിന്നുമാണ് താൻ ഈ
കൃത്യം ചെയ്തത് എന്ന രീതിയിൽ പറയുന്നത്. അതിനുശേഷമാണ് അന്വേഷണം ഈ പാലവും പുഴയും കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഉത്തരങ്ങളാണ് ഈ സന്ധ്യയിൽ നിന്നും അടക്കം ലഭിച്ചിട്ടുള്ളത്. അതാണ് ഈ അന്വേഷണത്തിനെ ഏറെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ ദുരൂഹത നിറഞ്ഞ കേസ് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യം, അതായത് കൊലപാതകം നടന്ന മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞ്, അതായത് ഒരു ദിവസം കഴിയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ദിശയിലേക്ക് ഈ കേസ് മാറുന്നത് എന്നുള്ളതാണ്. കുട്ടി പീഡനത്തിന് ഇരയായി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ്. അതിന്റെ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില സൂചനകൾ ലഭിക്കുന്നു. അത് പോലീസ് പിന്നീട് ഡോക്ടർമാർ പിന്നീട് പോലീസുമായി അത് ആശയവിനിമയം നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഉന്നതരുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ചില യോഗങ്ങൾ നടത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ ബന്ധുക്കളെ ചോദ്യം ചെയ്തേക്കാം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക്, അതായത് കുട്ടി ഇത്തരത്തിൽ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നൊരു നിഗമനത്തിലേക്ക് ഇവർ എത്തിയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 3 പേരെ, അച്ഛന്റെ ബന്ധുക്കളായ 3 പേരെ വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിൽ നിന്നും ഈ പിതാവിന്റെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു, പിന്നീട് ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഇനി ഉടൻ തന്നെ, അതായത് അടുത്ത ദിവസം തന്നെ അറസ്റ്റിലേക്ക് നീങ്ങും എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ചില പാടുകളാണ് ഇത്തരത്തിൽ ഈ ഒരു പോക്സോ അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായി എന്ന ആ ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ പിന്നിൽ കൂടുതൽ പേരുണ്ടോ? അതായത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രധാന ചോദ്യം, സന്ധ്യ ഒറ്റയ്ക്കായിരുന്നോ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്ലാനിംഗ് ഉണ്ടായിരുന്നു, അതായത് മുന്നേ തന്നെ ഇത്തരത്തിൽ കൊല ചെയ്യുവാനുള്ള പല സാധ്യതകളും അല്ലെങ്കിൽ കൊലപാതക ശ്രമം അടക്കം ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ തുടർച്ച എന്ന രീതിയിലാണോ ഈ ഒരു കൊലപാതകം, കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണോ ഈ കൊലപാതകം നടത്തിയത് എന്നൊക്കെ സംശയമുണ്ടായിരുന്നു. അതിന്റെ കാരണം ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ 3 മണിയോടുകൂടി അങ്കണവാടിയിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നു. 7 മണിക്ക് ഈ സ്ഥലത്ത്, അതായത് ഈ പാലത്തിന്റെ ആ ഭാഗത്തെത്തുന്നു. ആരുമില്ലാത്ത കൃത്യമായ സമയത്ത് തന്നെ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിയുന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ നിന്നും ഓട്ടോ പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിൽ, അതായത് വീട്ടുകാരോട് പറയുന്നു കുട്ടിയെ കാണുന്നില്ല, കുട്ടി മിസ്സായി, ബസ്സിൽ നിന്നും കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് പറയുന്നു ഇത്തരത്തിൽ പാലത്തിന്റെ ആ ഭാഗത്തു നിന്നാണ് കുട്ടിയെ മിസ്സായത് എന്ന് പറയുന്നു. പിന്നീട് പോലീസിന് ഏറ്റവും അവസാനം കൊടുത്ത ആ ഒരു മൊഴിയിൽ പറയുന്നു താൻ കുട്ടിയെ പാലത്തിന് മുകളിൽ നിന്നും എറിഞ്ഞ് കൊല്ലുകയായിരുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ഉത്തരങ്ങളായിരുന്നു ഓരോ ഘട്ടത്തിലും നൽകിയിരുന്നത്. ഒപ്പം തന്നെ ഈ സന്ധ്യയുടെ ബന്ധുക്കളും ഒപ്പം തന്നെ ഈ സന്ധ്യയുടെ ഭർത്താവിന്റെ ബന്ധുക്കളും ഇത്തരത്തിൽ ഈ സന്ധ്യ ചില മാനസിക പ്രയാസങ്ങൾ നേരിടുന്ന ഒരാളാണെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നു. മുന്നേ തന്നെ ഇത്തരത്തിൽ കൊലപാതക ശ്രമം ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അടക്കം സൂചിപ്പിക്കുന്നു. ഇതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളെ മറച്ചു വെക്കുവാനുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണോ എന്ന ഒരു സംശയം കൂടി നിലവിൽ നിഴലിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്തെന്ന് ചോദിച്ചാൽ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണല്ലോ ഈ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നുള്ളൊരു സംശയം ഡോക്ടർമാർ, അല്ലെങ്കിൽ സംശയം എന്നല്ല, പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നുള്ള വിവരം ഡോക്ടർമാർ പോലീസിന് കൈമാറുന്നത്. പോലീസ് എങ്ങനെയായിരിക്കും ഈ അച്ഛന്റെ സഹോദരനിലേക്ക് എത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത ബന്ധുക്കളിലേക്ക് ഈ ഒരു കാരണത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം എന്തായിരിക്കും? അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? സിന്ധൂരി, അതിൽ കൂടുതൽ വ്യക്തതകളൊന്നുമില്ല. പ്രധാനമായും അതായത് ഈ കുട്ടി കഴിഞ്ഞ കുറെ നാളുകളായി ഈ അച്ഛന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു താമസം. അവിടെ നിന്നും അങ്കണവാടിയിലേക്ക് പോകുന്നു, അവിടെ തന്നെ ആയിരുന്നു ഈ കുട്ടിയുടെ താമസം. അതേസമയം തന്നെ ഈ അച്ഛന്റെ ബന്ധുക്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഈ കുട്ടിയെ അമ്മയുടെ കൂടെ പുറത്തേക്ക് പോലും, അതായത് ഈ അമ്മയുടെ വീട്ടിലേക്ക് പോലും വിടാറില്ല. കുട്ടി അധികം ഇവിടെ തന്നെ, സ്വന്തം വീട്ടിൽ, അച്ഛന്റെ വീട്ടിൽ തന്നെയാണ് എന്ന രീതിയിലുള്ള മൊഴികളടക്കം കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം ഏറ്റവും ആദ്യം അച്ഛന്റെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഏറ്റവും അടുത്ത്, കുട്ടിയുടെ ഏറ്റവും അടുത്ത് പെരുമാറുന്നവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. ഇത്തരത്തിൽ ഈ അച്ഛന്റെ സഹോദരനെയും ഒപ്പം തന്നെ മറ്റ് 2 പേരെയും, കുട്ടിയുമായി അടുത്ത് പെരുമാറുന്ന മറ്റ് 2 പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതിൽ നിന്നുമാണ് ഈ കൂടുതൽ
തെളിവുകൾ പോലീസിന് കിട്ടിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകളൊന്നും തന്നെ അന്വേഷണ സംഘം പുറത്തുവിടുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിലായിരിക്കും കൂടുതൽ കൃത്യതകൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതകൾ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ അടക്കം നൽകുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 3 പേരെ, അതായത് ഈ അച്ഛന്റെ ബന്ധുക്കളായുള്ള 3 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയും അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയുമായിരുന്നു. ശേഷം അതിൽ 2 പേരെ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് ഈ അച്ഛന്റെ സഹോദരനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചില കാരണങ്ങൾ കൊണ്ട്, അതായത് ചോദ്യങ്ങൾ ചോദിച്ച ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിൽ ഉണ്ടായിരുന്ന ചില അവ്യക്തതകളോ അത്തരത്തിലുള്ള ഏതെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായിരുന്ന ചില അവ്യക്തതകളൊക്കെ മുൻനിർത്തിയായിരിക്കാം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യൽ ഇത്തരത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോക്സോ രജിസ്റ്റർ ചെയ്തത് എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ, അതായത് അടുത്ത ദിവസത്തോടു കൂടി തന്നെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നും നിലവിൽ അറിയുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഇവരിൽ 3 പേരിലേക്കും അന്വേഷണം നീളുകയും പിന്നീട് ഇത്തരത്തിൽ ഈ അച്ഛന്റെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സിന്ധുരി, വ്യക്തമാണ് അമൽ. ആലുവയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അമൽനാഥാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.